ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ വ്ളോഗ് ആൻഡ് വ്ളോഗ് പുനലൂർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നേ. നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇടാഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, എന്നും ഒരേ ടൈപ്പ് വീഡിയോ തന്നെ വേണ്ടാലോ എന്ന് വെച്ചിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. ഒരുപോലെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കും മടുപ്പ് തോന്നുമല്ലോ. ഇതും റമദാൻ റിലേറ്റഡ് വീഡിയോ തന്നെയാണ്, കുറച്ച് സ്പെഷ്യലാണ്. ഈ യാത്ര പോകുന്നത് ചെങ്കോട്ട പള്ളിയിലോട്ടാണ്. എല്ലാ വർഷവും റമദാൻ 22 നമ്മളാണ് നടത്തുന്നത്. ചെറിയൊരു നോയമ്പുതറ പള്ളിയിൽ സംഘടിപ്പിക്കും. ഇക്കാട് അത്തം മുടങ്ങാതെ ഈ പള്ളിയിൽ നോയമ്പുതറ വെക്കുമായിരുന്നു. അതിപ്പോൾ ഇക്ക ഏറ്റെടുത്ത് ചെയ്യുന്നു. ഒരുപാട് വിഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു നോയമ്പുതറയല്ല, നമ്മളെ കൊണ്ടാവുന്ന പോലൊരു നോയമ്പുതറ. ചെങ്കോട്ട പള്ളിയിൽ നിന്നും ഇതുവരെ ജമാഅത്ത് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടില്ലേ. അങ്ങനെ പുനലൂരിൽ നിന്നൊരു 3 മണി 3:30 തിരിച്ചു. ഒരു 4:30 4:45 ആയപ്പോഴത്തേക്കിന് ചെങ്കോട്ട പള്ളിയിലെത്തി. നമ്മൾ ഇവിടുന്ന് ഫ്രൂട്ട്സ് കൊണ്ടുപോയായിരുന്നേ. തണ്ണിമത്തനും ഓറഞ്ചും ഈത്തപ്പഴവും നമ്മൾ കൊണ്ടുപോയി. വടയ്ക്ക് നമ്മൾ അവിടെ തന്നെ ഏർപ്പാട് ചെയ്തിരുന്നു. റോസ് മിൽക്കും പള്ളിയിൽ നിന്ന് റെഡിയാക്കി. റോസ് മിൽക്കിനുള്ള പേയ്മെൻറ്റ് നമ്മൾ പള്ളിയിൽ കൊടുത്താൽ മതി, എന്നിട്ട് അവരത് റെഡിയാക്കി തരും നമുക്ക്. 200-250 പേരോളം ഉണ്ടായിരുന്നു നോയമ്പുതറയ്ക്ക്. ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് ഐറ്റംസും എല്ലാം എടുത്ത് നോയമ്പ് തുറക്കാനായിട്ട് റെഡിയാക്കി വെച്ചേ. പള്ളി കമ്മിറ്റിക്കാരെല്ലാം നമുക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ട് നിൽക്കും. അങ്ങനെ നോയമ്പ് കഞ്ഞി എല്ലാം പള്ളിയിലുണ്ട്, അതെല്ലാം എടുത്ത് അവർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളും എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചു. എല്ലാം ഇങ്ങനെ അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തിയാണ്. അടുത്ത വർഷവും നമുക്കിത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നു. പിന്നെ നോയമ്പുറയുടെ സമയമായപ്പോൾ എല്ലാവരും എത്തിയെന്ന് കണ്ടപ്പോഴേ നമുക്ക് സന്തോഷമായി. എല്ലാ സീറ്റിലും ആൾക്കാരും ഉണ്ടായിരുന്നേ. അതിൻ്റെ ഒരു ബറക്കത്ത് നമുക്കും നമ്മുടെ കുടുംബത്തിനും കിട്ടുമല്ലോ. അങ്ങനെ നോയമ്പ് തുറക്കാൻ സമയമായി. എല്ലാവരും നോയമ്പൊക്കെ തുറന്ന് നമസ്കരിക്കാൻ പോയി. പിന്നെ ഇവിടെ മാത്രം കണ്ടൊരു പ്രത്യേകതയാണ്, പള്ളി നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട് പെരുന്നാളിനെ എല്ലാം വരവേൽക്കാൻ. എല്ലാ റമദാനിനും ഇങ്ങനെ പള്ളിയിലോട്ട് വരുന്ന വഴികളെല്ലാം ഇതുപോലെ ലൈറ്റ്സ് എല്ലാം ഇട്ട് കളർഫുള്ളാക്കി വെച്ചേക്കും. അങ്ങനെ നോയമ്പൊക്കെ തുറന്ന് നിസ്കാരം എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.